നമ്മൾ കോടിക്കൽ കടപ്പുറം പോയി വാങ്ങിക്കൊണ്ടുവന്ന കൂന്തളും അയിലൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സമുദ്ര സദ്യ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അതൊക്കെ കൊണ്ടുവന്ന് മുറിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ബാങ്കിലേക്ക് പോകാമെന്നുള്ള ഇതിലാണേ നിൽക്കുന്നത്. ബാക്കി ഇവർ ചെയ്തോളൂ എന്നുള്ള, പക്ഷേ ഇവർ സമ്മതിച്ചില്ല. മുറിക്കലും വെക്കലൊക്കെ ഞങ്ങളായിക്കോളൂ, ഇനി വടകര പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം കുളിച്ച് മാറ്റി വടകര പോയിട്ടോ. സാധാരണ നമ്മളെ വീട്ടിലൊരാൾ വന്നാൽ നമ്മളല്ലേ വിളിക്ക് പാചകമൊക്കെ ചെയ്ത് ഫുഡൊക്കെ കൊടുക്കുക. പക്ഷെ ഇവിടെ നേരെ തല തിരിച്ചാന്നേ. കണ്ടോ, പാക്കുച്ചേട്ടൻ കൂന്തളൊക്കെ വൃത്തിയാക്കി മുറിച്ചെടുക്കുന്നു. ചിഞ്ചു അപ്പുറം ഇരുന്നിട്ടുണ്ട്. നമ്മളെ അയിലയില്ലേ, അയിലയൊക്കെ മുറിച്ച് സെറ്റാക്കി എടുക്കുന്നു. അങ്ങനെ ഞാൻ വടകര പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെ ചോറും മീൻ കൊണ്ടുള്ള കറിയും പൊരിച്ചതും എല്ലാ സംഭവങ്ങളും ഇവർ സെറ്റാക്കി വെച്ച് കിട്ടോ. ഇവരെ നാട്ടിൽ കുടംപുളി ഇട്ടിട്ടാണ് കറി വെക്കുക. അതുകൊണ്ട് തന്നെ പയ്യോളിപ്പോയി അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അടിപൊളിയായിട്ട് വെച്ച് കിട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടോ, എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. ഇല പൊരിച്ചിക്ക്, കൂന്തൾ ഫ്രൈ ആക്കി, കൂന്തൾ പൊരിച്ചിക്ക്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവരുണ്ടാക്കി വെച്ച് കിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, 5 ഇലയും മുറിച്ച് വന്ന് നമ്മൾ 5 ആളും ഇരുന്ന് അങ്ങ് വിളമ്പി തിന്നു കേട്ടോ. ഒരു ചെറിയ സമുദ്ര സദ്യ എന്ന് പറയട്ടോ. കാരണം വെച്ചാൽ എല്ലാ വിഭവങ്ങളും ഉണ്ടേനും പല വെറൈറ്റി ടേസ്റ്റിൽ. ഇങ്ങനെ എല്ലാവരും നിലത്തൊക്കെ ഇരുന്ന് ഇലയൊക്കെ മുറിച്ചിട്ട് തിന്നുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊരു വേറെ ലെവലല്ലേ അല്ലേ. ഇതാ ചട്ടിയോടെയാണ് എടുത്തുണ്ടാച്ച കറിയെല്ലാം എല്ലാം അങ്ങനെ തന്നെ എടുത്തുണ്ടാച്ചിട്ട് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി കൊടുത്ത് തിന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് നമ്മളെ ബീച്ചിൽ പോയി, കുളായിപ്പാലം കടപ്പുറം. ഇവരെപ്പോൾ വന്നാലും നമ്മളെ കടലിൽ കുളിച്ച് തിമർത്ത് കളിച്ച് ആറാടിയിട്ടാണ് തിരിച്ച് പോകലുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താക്കിന്നോ, കല്ലിൻ്റെ സൈഡിൽ ഫോൺ വെച്ച് ജയശേട്ടൻ അറിയാണ്ട് ബാക്ക് കൂടി പോയിട്ട് കുഞ്ചിയിൽ കയറാൻ നോക്കിയതാട്ടോ. പക്ഷെ നടന്നില്ല, അതേ കിടക്കുന്നത് രണ്ടും താഴെ. അങ്ങനെ നമ്മൾ കടപ്പുറത്തൊക്കെ കളിച്ചിട്ട് തിരിച്ചു പോരുത് കേട്ടോ.